എക്സാലോജി കേസിലെ ഇഡി അന്വേഷണത്തിനെതിരായ CMRL ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നു. വീണ ടിയുടെ എക്സാലോജി കമ്പനിയെ പണം സ്വീകരിച്ചത് ഒരു സേവനവും ചെയ്യാതെയെന്ന് ഇഡി വാദിച്ചു. വിവരശേഖരണത്തിന് സമൻസ് അയക്കാൻ അധികാരമുണ്ടെന്നും ഇഡി വാദിച്ചു. ഇഡി അധികാര പരിധി ലംഘിച്ചെന്നും അന്വേഷണം തുടങ്ങുമ്പോൾ FIR ഉണ്ടായിരുന്നില്ല എന്നുമാണ് CMRLന്റെ വാദം. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷബ്ന ചേർന്ന വിവരങ്ങളുമായി. ഷബ്ന, എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളുടെ ചുരുക്കം? ഷാമിലി, ഇന്ന് രാവിലെ തന്നെ CMRLന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വന്നു. ഡിവിഷൻ ബെഞ്ച് രാവിലെ ഈ കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഈ കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ED അന്വേഷണത്തിൽ സ്റ്റേ ചെയ്യുകയോ മറ്റ് നടപടികളിലേക്കോ പോകുന്നില്ല. പകരം ഈ കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഹാജരായ അഭിഭാഷകരോട് വിശദമായ വാദത്തിന് തയ്യാറാണോ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ വിശദീകരണം തേടുകയോ അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് പറഞ്ഞ് പിന്നീട് വാദം കേൾക്കുകയാണ് ഇത്തരത്തിലുള്ള ഹർജികളിൽ ചെയ്യാറ്. എന്നാൽ പതിവിന് വിപരീതമായി ഇന്ന് എല്ലാ അഭിഭാഷകരും ഈ കേസിൽ വാദം നടത്താമെന്ന് വ്യക്തമാക്കുകയും തുടർന്ന് വിശദമായ വാദത്തിലേക്ക് കോടതി പോവുകയും ചെയ്തു. ആദ്യം CMRLന്റെ വാദമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ CMRLന്റെ വാദം പൂർത്തിയായി. പിന്നീട് EDയുടെ വാദം ആരംഭിച്ചു. CMRL ഇന്ന് കോടതിയിൽ പറഞ്ഞത് അധികാര പരിധി മറികടന്നാണ് ED പ്രവർത്തിക്കുന്നത്. ഈ കേസിൽ 2024 EDയുടെ ECIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള FIR അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ ഏതെങ്കിലും റിപ്പോർട്ടുകളോ ഉണ്ടായിരുന്നില്ല. അധികാര പരിധി മറികടന്ന് നിയമലംഘനമാണ് ED നടത്തിയത് എന്ന് CMRL വാദം ഉന്നയിച്ചു. എന്നാൽ EDയുടെ അഭിഭാഷകൻ അത് എതിർക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള അധികാര പരിധി മറികടന്നിട്ടില്ല, നിയമവിരുദ്ധത ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ED കൃത്യമായി തന്നെയാണ് അന്വേഷണം നടത്തിയത്. എക്സാലോജിക് കമ്പനിക്ക് യാതൊരു സേവനവും നൽകാതെയാണ് CMRL പൈസ നൽകിയത്. അതിനുള്ള തെളിവുകളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ED വിശദീകരിച്ചു. EDയുടെ വാദം ഇപ്പോഴും തുടരുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ വാദം പൂർത്തിയാക്കി ഹർജി വിധി പറയുകയോ അല്ലെങ്കിൽ വിധി പറയാൻ മാറ്റുകയോ ചെയ്യും. ശരി, ഷബ്ന വിവരങ്ങൾ നൽകിയത്.